സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു, ജീവൻ അപകടത്തിലാകും. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. പോയേക്കോ. ഇന്നലെ അടിച്ച് വാറായിപ്പോടാ. അടിക്കാതെ ഇവിടെ ഒരു അരേ ഉള്ളായിരുന്നടാ, അത് ഞാൻ അങ്ങ് അടിച്ചു. അവിടെ റോഡ് റോഡ് നേരത്തെ കൊണ്ട് പോരിടും. എന്നെ പറയാനാന്നേ, ഇന്നത്തെ ഒരു 5-6 നോടൊക്കെ എല്ലാം പോയിട്ടുണ്ട്. എല്ലാം പോയില്ലേ? ഇനി ഒരു 5-6 കൂടെ പോകാനുണ്ട്. ആണോ? ഇനി ഒരു 3-4 കൂടെ പോകാൻ കാണും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഈ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോണു. അത് പിന്നെ അത്രയല്ല ഉള്ളു. പിന്നെ അല്ലാണ്ട് അച്ഛൻ എന്നെ പേടിക്കാനാണ്. ഇവിടുത്തെ പണി മൊത്തം ഞങ്ങൾ തീർക്കത്തില്ലേ. എന്നെ വിശ്വസിച്ച് അവിടെ എത്തിയാൽ അത് അത്രേ ഉള്ളൂ. ഞാൻ ഇവരോട് ഇപ്പൊ ലോഡെല്ലാം കയറ്റി അങ്ങോട്ട് വിടും. എന്നാ പോയേക്കോ കോശിയെ. പോയേച്ചോ. അവിടെ പിടിപ്പ് പണി നടക്കണ്ടേ? എന്നാ പോയിച്ചോ. ആയിക്കോട്ടെ. എന്നാ ഞാൻ പോയേക്കോ. കുറച്ച് പരിപാടി നാളെ കാലത്ത് മറ്റേ അവരെയും കൂടെ വിളിച്ചു തരും. നമ്മുടെ വിജയത്തിനെ കൂടെ വിളിച്ചിട്ട് കയറ്റി വിട്ടു തരും. ഇന്ന് വൈകിട്ടെന്താ പരിപാടി? അല്ലേ എന്നാ പിന്നെ ഞാൻ അങ്ങനെ വിട്ടേക്ക് പോവാം. ഈ മരത്തിൽ കയറ്റി വിട്ടേക്കാം. അച്ഛന് വയ്യാതിരിക്കണം. നാളെ ഏലത്തോട്ടത്തിൽ കാഴ്ച. എന്നെ കൊണ്ടൊന്നും വയ്യ. നാളെ 30 പണിയാ കോറിയില്. മുതലാളി എത്തിച്ചിട്ട് പോയതാ. ഒരു ദിവസം തുടക്കത്തിലേക്ക് ബാധ്യത. അച്ഛന് വയ്യാത്തോണ്ടല്ലേ അമ്മ പറയുന്നത്. എന്റെ അമ്മ ഞാൻ എത്ര വട്ടം പറഞ്ഞു എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന്. അവിടെ ഇഷ്ടം പോലെ പണിയുണ്ട്. അച്ഛന് വയ്യെങ്കിൽ അമ്മ ഒറ്റയ്ക്ക് പോകണം. എന്നെ കൊണ്ട് വരാൻ പറ്റത്തില്ല. നീ പ്രകൃതി നശിക്കുന്ന ജോലിക്ക് പോയാൽ നാശം നിനക്ക് വരത്തുള്ളൂ. ഈ കൃഷി കോപ്പോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്നെ കിട്ടുമെന്ന് നിങ്ങൾ പറയുന്നേ? ഈ കാലത്ത് ആരെങ്കിലും കൃഷി ചെയ്യുമോ? ആ കോറിയിലെ പണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം 1000 രൂപ 2000 രൂപ കിട്ടും. അതുകൊണ്ട് നമ്മുടെ കുടുംബം തന്നെ മുന്നോട്ട് പോകും. ഈ കൃഷിയായിട്ട് പോയി കഴിഞ്ഞാൽ എന്നാ കിട്ടുമെന്ന് നിങ്ങൾ ഈ പറയുന്നത്? എന്നെ കൂടെ പറ്റത്തില്ല. വെറുതെ മനുഷ്യനെ വിലക്കെടുത്താണ് കൊണ്ടത്.
ആരും തൊടാതെ മനം ഉരുകിയോ വിതുമ്പിയോ ഇടാതെ തോൽവിയോ കേരള മാநிலம் വയനാട് ഉരുൾപൊട്ടലിൽ കേരള 1 മണിയോടെയാണ് ഒരു ഭയാനകമായ ഒരു ഒച്ച കേട്ടത്. എല്ലാരും പറയും ജീവൻ രക്ഷപ്പെട്ടില്ല, ഇവരൊക്കെ ഇല്ലാതെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ്. മണ്ണിൽ നിന്നും ചെളിയിൽ നിന്നും മനുഷ്യരെ പുറത്തെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. അവരെല്ലാവരെയും നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞു, കരണ്ടൊന്നുമില്ല. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഒരു വീട് നഷ്ടപ്പെട്ടില്ല, ഇവിടെ നിന്ന് എങ്ങനെ ഇറക്കിപ്പോ എവിടെ പോകുന്നില്ല. നിൽക്കുന്നു. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ വേണ്ടി 2 മന്ത്രിമാർ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. MLA ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനവും. ഞാൻ നാട്ടിലേക്ക് പോകൂല, ഞങ്ങൾ ആൾക്കാരൊക്കെ പോയി. പാതിരാവിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുറെ സാധു മനുഷ്യരുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും മേലെ വന്നിടിയുന്ന വൻമല. എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാനാകാതെ മണ്ണിലേക്ക് മരിച്ചു ചേരുന്നവർ. ഉരുൾപൊട്ടലിന്റെ കാതടുപ്പിക്കുന്ന ശബ്ദത്തിന്റെ ഓർമ്മയിൽ അത്രയേറെ ഭീതിജനകമാണ് ഉരുൾപൊട്ടൽ എന്ന ദുരന്ത പ്രതിഭാസം. ഭൂമിയിലുള്ള ഒന്നും നമ്മളെ ഉപദ്രവിക്കുന്നില്ല, പിന്നെ എന്തിനാ മനുഷ്യ നമ്മൾ അവരോട് ഈ ക്രൂരത കാട്ടുന്നത്? അതുകൊണ്ടല്ലയോ ദിവസവും നാം നശിക്കുന്നത്? എന്തിനാ മനുഷ്യ, എന്തിനാ?